നമുക്ക് സെൻസസ് കൊണ്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ഫീലിങ്സ്, ഇമാജിനേഷൻ, ഇമോഷൻ തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് റൊമാൻറ്റിക് റിവൈവൽ വന്നു നിന്നത്. റൊമാൻറ്റിക് റിവൈവലിനെ കംപ്ലീറ്റ്ലി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ദി പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബാലഡ്സ്. പോയട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻ. എങ്ങനെയുള്ള ഓവർഫ്ലോ ആയിരിക്കണം? ചിന്തിച്ച് അതിനെ പിന്നെ ഇന്റർപ്രറ്റ് ചെയ്ത് അനാലിസിസ് ചെയ്ത് അങ്ങനെയുള്ള ഓവർഫ്ലോ, ആ രീതിയിലല്ല നമ്മൾ പോയട്രിയെ കാണുന്നത്. ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻ. Hello everyone, welcome to Competitive Cracker. Myself Tasmia Rashid. Today we are going to discuss a particular portion from British literature. UGC നെറ്റിന്റെ പെർസ്പെക്റ്റീവിൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് റൊമാൻറ്റിസിസം അല്ലെങ്കിൽ റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ റൊമാൻറ്റിക് ഏജിനെ കുറിച്ച്, എന്താണ് റൊമാൻറ്റിക് ഏജ്, എന്തിന്റെ റിയാക്ഷൻ ആയിട്ടാണ് റൊമാൻറ്റിക് ഏജ് വന്നത് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മൂവിങ് ഫോർവേഡ് ടു റൊമാൻറ്റിസിസം. നമുക്കറിയാം, ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലെ അല്ല മറ്റെല്ലാ ലിറ്ററേച്ചേഴ്സിലും ഒരു മൂവ്മെന്റ് എമേർജ് ചെയ്യണമെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള ഒരു മൂവ്മെന്റിന്റെ റിയാക്ഷൻ ആയിട്ടായിരിക്കും എമേർജ് ചെയ്തിട്ടുണ്ടാവുക. സോ ഹിയർ ഓൾസോ ഒരു പ്രത്യേക മൂവ്മെന്റിന്റെ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ഒരു ഏജിന്റെ റിയാക്ഷൻ ആയിട്ടാണ് റൊമാൻറ്റിക് ഏജും ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ ദി ടൈം എന്ന് പറയുന്നത് 18th സെഞ്ചുറി ടു മിഡ് 19th സെഞ്ചുറി. 18th സെഞ്ചുറിന്റെയും അതേപോലെ തന്നെ 19th സെഞ്ചുറിയുടെ ഒരു മിഡിൽ വരെയായിരുന്നു റൊമാൻറ്റിക് ഏജിന്റെ ടൈം എന്ന് പറയുന്നത്. And it was a strong reaction against classicism. Actually classicism അല്ല, ബ്രിട്ടീഷ് ലിറ്റററി ഹിസ്റ്ററിയിൽ ക്ലാസിസിസത്തിന് ശേഷം പിന്നീട് ഒരു ഏജ് ഓഫ് റീസ്റ്റോറേഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു നിയോ ക്ലാസിക്കൽ ഏജ് ഉണ്ടായിരുന്നു. ആ നിയോ ക്ലാസിക്കൽ ഏജിന്റെ ആ ഒരു ഏജ് ഓഫ് റീസൺ ആയിരുന്നു, അല്ലെങ്കിൽ ഏജ് ഓഫ് സയൻസ് ആയിരുന്നു. കംപ്ലീറ്റ്ലി റീസണുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ലിറ്ററേച്ചർ ആയിരുന്നു ആ ഒരു ഏജിൽ പൊക്കോണ്ടിരുന്നത്. അതിനൊരു റിയാക്ഷൻ ആയിട്ടാണ് ആക്ച്വലി റൊമാൻറ്റിസിസം വരുന്നത്. സ്ട്രോങ് റിയാക്ഷൻ അഗെയിൻസ്റ്റ് ക്ലാസിക്കൽ ഏജ്. And this reaction paved way for romantic material survived from medieval time. Medieval time ഉണ്ടായിരുന്ന ആ ഒരു കുറച്ച് റൊമാൻറ്റിക് മെറ്റീരിയൽ, നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരുപാട് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു റൊമാൻറ്റിക് മെറ്റീരിയൽസിനെ അല്ല, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന റൊമാൻറ്റിക് ലിറ്ററേച്ചറിലെ കുറച്ച് കാര്യങ്ങളുടെയൊക്കെ ഒരു റിവൈവൽ ആയിരുന്നു, പിന്നീട് കൊണ്ടുവന്ന ഒരു ആവിഷ്കാരമായിരുന്നു റൊമാൻറ്റിക് ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ റൊമാൻറ്റിക് ഏജിൽ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ടുണ്ടായിരുന്ന ഒരു കാര്യത്തിനെ റിവൈവ് ചെയ്ത് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അത് അറിയപ്പെടുന്നത് റൊമാൻറ്റിക് റിവൈവൽ എന്നുള്ള രീതിയിലാണ്. സോ റൊമാൻറ്റിക് റിവൈവൽ വീണ്ടും കൊണ്ടുവരികയാണ് റൊമാൻറ്റിക് ഏജിലൂടെ. ഓക്കെ, ആൻഡ് പ്രിക്കേഴ്സേഴ്സ് കൊണ്ടുവന്നതിൽ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഹെർഡർ, ഷില്ലർ ആൻഡ് ഗതെ. ജർമ്മൻ റൈറ്റേഴ്സ് ആണ്. അവരുടെ ഒരു ഇൻഫ്ലുവൻസ് നല്ല രീതിയിൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന്റെ റൊമാൻറ്റിക് ഏജിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗോത്തിക് നോവലിസ്റ്റ്, ഞാൻ പറഞ്ഞു ഇതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ഏജ് ഓഫ് റീസൺ ആയിരുന്നു. കംപ്ലീറ്റ്ലി ഫാക്ട് ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ സയൻസ് ബേസ്ഡ് ആയിട്ടായിരുന്നു ആ ഒരു ടൈമിലെ ലിറ്ററേച്ചർ പൊക്കോണ്ടിരുന്നത്. കൂടുതലും പൊളിറ്റിക്കൽ റൈറ്റിംഗ്സ് ഒക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, സയന്റിഫിക് റൈറ്റിംഗ്സ് ഒക്കെ ആയിരുന്നു. സോ ഇവിടെ എന്ന് പറയുമ്പോൾ ഗോത്തിക് നോവൽസിന്റെ വല്ലാത്തൊരു ആ ഒരു പ്രിക്കേഴ്സർ നമുക്ക് കാണാൻ പറ്റും. ഗോത്തിക് റൊമാൻസസ് ഒക്കെ ഒരുപാട് കൂടിയ ഒരു ടൈം ആയിരുന്നു റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് യു ക്യാൻ സീ അബൌട്ട് ട്രാൻസിഷണൽ പോയറ്റ്സ്. റൊമാൻറ്റിക് ഏജ് എത്തുന്നതിന് മുന്നേ, അതിന് തൊട്ട് മുമ്പുള്ള അല്ലെങ്കിൽ ആ ഒരു ഏജ് ഓഫ് നിയോ ക്ലാസിക്കൽ ഏജിൽ നിന്ന് അല്ലെങ്കിൽ വിക്ടോറിയൻ ഏജിൽ നിന്ന് മുന്നോട്ടുള്ള ആ ഒരു ചെറിയൊരു ടൈം പീരീഡ് ഉണ്ട്, റൊമാൻറ്റിക് ഏജിലോട്ടുള്ള ഒരു ട്രാൻസിഷൻ ആണ്. ആ ഒരു ടൈമിനെയാണ് നമ്മൾ ട്രാൻസിഷണൽ പോയറ്റ്സിനെ കൊണ്ട് അടയാളപ്പെടുത്തുന്നത്. ഫോർ എക്സാമ്പിൾ, എലജി റിട്ടൺ ഇൻ എ കൺട്രി ചേർച്ച് യാർഡ്, എലജി റിട്ടൺ, തോമസ് ഗ്രേയുടെ എലജി റിട്ടൺ ഇൻ എ കൺട്രി ചേർച്ച് യാർഡ്, അതേപോലെ ജെയിംസ് തോംസന്റെ സീസൺസ് എന്നൊക്കെ പറയുന്നത് ട്രാൻസിഷണൽ പോയട്രി ആണ്. പൂർണ്ണമായിട്ട് റൊമാൻറ്റിക് ഏജിലേക്ക് എത്തിയിട്ടുമില്ല, അറ്റ് ദി സെയിം ടൈം ആ ഒരു ഏജ് ഓഫ് റീസണിൽ നിന്ന് മാറി നടക്കുകയും ചെയ്തു. സോ ഇവരെയൊക്കെയാണ് ആക്ച്വലി എന്തിന്റെ പ്രിക്കേഴ്സേഴ്സ് എന്ന് പറയുന്നത്? റൊമാൻറ്റിക് ഏജിന്റെ പ്രിക്കേഴ്സേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ മൂവിങ് ഫോർവേഡ് ടു ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൊമാൻറ്റിക് ഏജ്. നമ്മൾ പറഞ്ഞു റൊമാൻറ്റിക് ഏജിന് അതിൻ്റെതായ കുറച്ച് പ്രത്യേകതകളുണ്ട്, കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് റൊമാൻറ്റിക് ഏജ് ബ്രിട്ടീഷ് ലിറ്റററി ഹിസ്റ്ററിയിൽ ഒരു റിവൈവൽ ആയിട്ട് നിലനിൽക്കുന്നു പോരുന്നത്. സോ കമ്മിങ് ഫോർവേഡ് ടു ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൊമാൻറ്റിക് ഏജ്. സോ എ ഷിഫ്റ്റ് ഇൻ എവറി ആസ്പെക്ട്. എഴുത്തിലാണെങ്കിലും അതേപോലെ തന്നെ അത് പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും തീമിലാണെങ്കിലും ടോപ്പിക്കിലാണെങ്കിലും എല്ലാ രീതിയിലും എല്ലാ ആസ്പെക്ട്സിലും ഒരു വലിയ ഷിഫ്റ്റ് തന്നെ റൊമാൻറ്റിക് ഏജിന്റെ ടൈമിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മേജർ ഷിഫ്റ്റ് എന്തൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫ്രം ഫെയ്ത്ത് ഇൻ റീസൺ ടു ഫെയ്ത്ത് ഇൻ ദി സെൻസസ്, ഫീലിംഗ്സ് ആൻഡ് ഇമാജിനേഷൻ. സോ ഇതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന പ്രിക്കേഴ്സർ എന്ന് പറയുന്നത് ഏജ് ഓഫ് റീസൺ ആണ്. ആ ഏജ് ഓഫ് റീസണിൽ നിന്ന്, ആ ഒരു റീസണിന്റെ ഫെയ്ത്തിൽ നിന്ന് മാറി നടന്ന് എങ്ങോട്ടേക്കാണ് വന്നത്? ഫെയ്ത്ത് ഇൻ സെൻസസ്, ഫീലിംഗ്സ് ആൻഡ്
ഇമാജിനേഷൻ. റീസണിന്റെ അപ്പുറത്തേക്കുള്ള കുറെ കാര്യങ്ങൾ, നമുക്ക് സെൻസസ് കൊണ്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ഫീലിങ്സ്, ഇമാജിനേഷൻ, ഇമോഷൻ തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് റൊമാൻറ്റിക് റിവൈവൽ വന്നു നിന്നത്. അതേപോലെ തന്നെ ഫ്രം ഇൻട്രസ്റ്റ് ഇൻ urban സൊസൈറ്റി ടു ആൻ ഇൻട്രസ്റ്റ് ഇൻ റൂറൽ ആൻഡ് നാച്ചുറൽ. നേരത്തെ അല്ലെങ്കിൽ ഏജ് ഓഫ് റീസണിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, urban സൊസൈറ്റിയെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു അന്നത്തെ റൈറ്റിംഗ്സ് ഒക്കെ പൊക്കോണ്ടിരുന്നത്. ആ ഒരു urban ക്ലാസ് പീപ്പിളിനെ ആയിരുന്നു അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ബട്ട് coming to romantic age, the major focus was on natural as well as rural aspects. Rural, അതായത് at the same time വില്ലേജിലുള്ള ആൾക്കാരെ കുറിച്ച് അല്ലെങ്കിൽ വില്ലേജ് സൈഡിനെ കുറിച്ച്, കൺട്രി സൈഡിനെ കുറിച്ച്, അതേപോലെ തന്നെ നമ്മൾ നേച്ചറിൽ എന്തൊക്കെ കാണുന്നു, നേച്ചറിൽ എങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു റൊമാൻറ്റിക് ഏജിന്റെ മേജർ ആസ്പെക്ട് എന്ന് പറയുന്നത്. ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്, ഇൻട്രസ്റ്റ് ഇൻ റൂറൽ ആൻഡ് നാച്ചുറൽ. At the same time, the shift from public and impersonal poetry to subjective പോയട്രി, അത് വലിയൊരു ഷിഫ്റ്റ് ആയിരുന്നു. ഇംപേഴ്സണൽ ആയിട്ടുള്ള പോയട്രിയിൽ നിന്ന് സബ്ജക്റ്റീവ് ആയിട്ട് ആർക്കും കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ, ആർക്കും ഇന്റർപ്രറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഒരു സബ്ജക്റ്റീവ് പോയട്രിയിലേക്കായിരുന്നു റൊമാൻറ്റിക് ഏജിന്റെ മുന്നോട്ട് പോക്കെന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഫ്രം സയന്റിഫിക് ഇൻട്രസ്റ്റ്, വൺ ഓഫ് ദി മേജർ ക്യാരക്ടറിസ്റ്റിക്സ് റിഗാർഡിംഗ് റൊമാൻറ്റിക് ഏജ് ഇസ് ദാറ്റ് ദി ഷിഫ്റ്റ് ഫ്രം സയന്റിഫിക് ഇൻട്രസ്റ്റ് ടു ഇൻട്രസ്റ്റ് ഇൻ മിസ്റ്റീരിയസ് ആൻഡ് ഇൻഫിനിറ്റ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഗോത്തിക് റൊമാൻസസിലാണെങ്കിലും അറ്റ് ദി സെയിം ടൈം കോളറിജിന്റെ വർക്ക്സിലൊക്കെ ആണെങ്കിലും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, സയൻസിനെ ഇന്റർപ്രിറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾക്കേക്കപ്പുറം സംതിങ് മിസ്റ്റീരിയസിലും അതേപോലെ തന്നെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു വല്ലാത്ത ഇൻട്രസ്റ്റ് നമുക്ക് റൊമാൻറ്റിക് ഏജിൽ കാണാൻ പറ്റും. റൊമാൻറ്റിക് ഏജിലെ റൈറ്റേഴ്സിനെ നോക്കിയാൽ നമുക്ക് വേർഡ്സ്വർത്തിനെ ആണെങ്കിലും കീറ്റ്സിനെ ആണെങ്കിലും ഷെല്ലിയെ ആണെങ്കിലും ബൈറനെ ആണെങ്കിലും ആരെ എടുത്ത് വെച്ച് നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്താലും നമുക്ക് കാണാൻ പറ്റും അവർക്ക് ആ ഒരു സയന്റിഫിക് ഇൻട്രസ്റ്റിന് അപ്പുറത്തേക്ക് കുറച്ചും കൂടി മിസ്റ്റീരിയസ് ആയിട്ടുള്ള, ഇപ്പൊ കുബ്ലാ ഖാൻ ഒക്കെ വായിച്ചാൽ നമുക്കറിയാം, കുറച്ചും കൂടി മിസ്റ്റീരിയസ് ആയിട്ട് ഇൻഫിനിറ്റ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ ഗോത്തിക് റൊമാൻസസ് ഒക്കെ ആയിട്ടാണ് അന്നത്തെ ലിറ്ററേച്ചർ പൊക്കോണ്ടിരുന്നത്. ഓക്കെ, ദീസ് ആർ ദി മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് റിഗാർഡിംഗ് റൊമാൻറ്റിക് ഏജ്. ഇനി നമ്മൾ പറഞ്ഞു ഒരു റൊമാൻറ്റിക് റിവൈവൽ ആണ് വന്നത്, ഒരു ഷിഫ്റ്റ് ആണ്, വലിയ റിവൈവൽ വന്നു എന്നൊക്കെ പറഞ്ഞു. ആൻഡ് വാട്ട് ആർ ദി റീസൺസ് ദാറ്റ് ലെഡ് ടു ദി റൊമാൻറ്റിക് റിവൈവൽ? റൊമാൻറ്റിക് റിവൈവലിലേക്ക് അങ്ങനെ ഒരു കാര്യത്തിന് നയിച്ച കുറച്ച് റീസൺസ് ഉണ്ടാവും. ദി ഫസ്റ്റ് വൺ ഈസ് റിവൈവൽ ഓഫ് ഫോക്ക് ട്രഡീഷൻസ്. ആ ഒരു ആദ്യത്തെ ടൈമിൽ, എലിസബത്തൻ ടൈമിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഒരു ഫോക്ക് റൈറ്റിംഗ്സും ബാലഡ്സും ഒക്കെ വളരെ പോപ്പുലർ ആയിരുന്നു. പിന്നീട് ആ ഒരു സയന്റിഫിക് ഏജ് വന്നപ്പോഴത്തേക്ക് ആ ഒരു ബലഡ്സിന്റെയും അല്ലെങ്കിൽ ഫോക്ക് ട്രഡീഷന്റെയും ഒക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞു. വീണ്ടും അതിനെ റിവൈവ് ചെയ്യലാണ് ആക്ച്വലി റൊമാൻറ്റിക് ഏജ് നടത്തിയത്. അതേപോലെ തന്നെ ഓറിയന്റലിസം ഇൻ ലിറ്ററേച്ചർ ആൻഡ് ആർട്സ്. നമുക്കറിയാം ആ ഒരു ടൈമിൽ ആക്ച്വലി ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സൊസൈറ്റിക്ക് ആ ഒരു വെസ്റ്റേൺ അപ്രോച്ച് വളരെ കൂടുതലായിരുന്നു. കംപ്ലീറ്റ്ലി സെന്റർഡ് ഓൺ ദി വെസ്റ്റേൺ പീപ്പിൾ. ആ ഒരു വെസ്റ്റേൺ കൾച്ചറിലായിരുന്നു കംപ്ലീറ്റ്ലി സെന്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. റൊമാൻറ്റിക് ഏജിന്റെ വരവോടുകൂടി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഏഷ്യൻ സൊസൈറ്റിയെയും കൂടി, ഏഷ്യൻ പീപ്പിളിനെയും കൂടി, ആ ഒരു കൾച്ചറിനെ, ലിറ്ററേച്ചറിനെ, എല്ലാ കാര്യത്തിലും ഒരു ഫോക്കസ് ഏഷ്യാറ്റിക് സൊസൈറ്റിയിലേക്ക് വന്നു തുടങ്ങി. അതിനെയാണ് ഓറിയന്റലിസം ഇൻ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഫ്ലുവൻസ് ഓഫ് റൂസോ ആൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻ. നമുക്ക് അതിനെ കമ്പൈൻ ചെയ്ത് വായിക്കാൻ പറ്റും. യു നോ ദാറ്റ് റൂസോ എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ ആണ്. ആ ഒരു ഫ്രഞ്ച് റെവല്യൂഷന്റെ ടൈമിൽ തന്നെയാണ് ആക്ച്വലി എന്ത് നടന്നത്? റൊമാൻറ്റിക് റിവൈവൽ നടന്നത്. അതുകൊണ്ട് തന്നെ റൂസോയുടെ ഇൻഫ്ലുവൻസും ഫ്രഞ്ച് റെവല്യൂഷന്റെ ഇൻഫ്ലുവൻസും, എന്താ ഫ്രഞ്ച് റെവല്യൂഷന്റെ മേജർ മോട്ടോ എന്ന് പറയുന്നത് എന്തായിരുന്നു? ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ആണ്. ആ ഒരു കാര്യങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്ടീവ്സിന്റെ ഒക്കെ നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസും എന്തിനുണ്ടായിരുന്നു? റൊമാൻറ്റിക് റിവൈവലിന് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസിഷണൽ പോയട്രി. ഞാൻ പറഞ്ഞു തോമസ് ഗ്രേയുടെ വർക്ക്സ് ആണെങ്കിലും ജെയിംസ് തോംസൺസ് വർക്ക് ആണെങ്കിലും ആ ഒരു വിക്ടോറിയൻ ഏജിൽ നിന്ന് അല്ലെങ്കിൽ ഏജ് ഓഫ് റീസണിൽ നിന്ന് ഒരു മാറി നടത്തമായിരുന്നു. അതിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നടന്നു. പക്ഷെ എന്നാൽ തന്നെ എവിടെ എത്തിയില്ല? റൊമാൻറ്റിസിസത്തിലേക്ക് കംപ്ലീറ്റ്ലി എത്തിയതുമില്ല. ആ ഒരു ട്രാൻസിഷൻ നല്ല രീതിയിൽ റൊമാൻറ്റിക് ഏജിന്റെ അല്ലെങ്കിൽ റിവൈവലിന്റെ കാര്യത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഗോത്തിക് റൊമാൻസസ്. ഗോത്തിക് ലിറ്ററേച്ചർ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന ലിറ്ററേച്ചർ ഒക്കെ എഴുതി തുടങ്ങിയതും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റും ആക്ച്വലി നടന്നതും റൊമാൻറ്റിക് ഏജിൽ തന്നെയായിരുന്നു. ആൻഡ് ഫൈനലി ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഈസ് റിഗാർഡിംഗ് ലിറിക്കൽ ബാലഡ്സ്. ഇതെല്ലാം റീസൺസ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൊമാൻറ്റിക് റിവൈവലിനെ ഹെൽപ്പ് ചെയ്ത അല്ലെങ്കിൽ റൊമാൻറ്റിക് റിവൈവലിനെ കംപ്ലീറ്റ്ലി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ദി പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബാലഡ്സ്. ലിറിക്കൽ ബാലഡ്സ് എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ലിറിക്കൽ ബാലഡ്സ് എങ്ങനെയാണ് റൊമാൻറ്റിക് റിവൈവലിനെ ഹെൽപ്പ് ചെയ്തതെന്നുള്ളതാണ്. ലിറിക്കൽ ബാലഡ്സ് ആക്ച്വലി ഈസ് എ കളക്ഷൻ ഓഫ് പോയട്രി റിട്ടൺ ബൈ വേർഡ്സ്വർത്ത് ആസ് വെൽ ആസ് കോളറിഡ്ജ്. വേർഡ്സ്വർത്തും കോളറിഡ്ജും എഴുതി പബ്ലിഷ് ചെയ്ത കളക്ഷൻ ഓഫ് പോയട്രി ആണ് ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്നത്. ബട്ട് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ലൈസ് ഇൻ ഇറ്റ്സ്
പ്രിഫൈസ്. അതിന്റെ പ്രിഫൈസിലാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്, അല്ലെങ്കിൽ റൊമാൻറ്റിക് റിവൈവലിനെ, റൊമാൻറ്റിക് ഏജിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യം സംഭവിച്ചത് അതിന്റെ പ്രിഫൈസിലാണ്. സോ ആസ് ഐ ഹാവ് ടോൾഡ്, കമ്പോസ്ഡ് ബൈ വില്യം വേർഡ്സ്വർത്തിനെ മാത്രം ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് കോളറിഡ്ജിന് വളരെ കുറച്ച് പോയംസ് മാത്രമേ അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. മെജോറിറ്റിയും വില്യം വേർഡ്സ്വർത്തിന്റെ പോയട്രി തന്നെയായിരുന്നു. ആൻഡ് ദി പ്രിഫൈസ് ഓൾസോ ഹാവ് ബീൻ റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത്. Now composed by William Wordsworth for the second edition published in January 1801. So already published ചെയ്തതിന്റെ സെക്കൻഡ് എഡിഷനിലാണ് പ്രിഫൈസ് വില്യം വേർഡ്സ്വർത്ത് ആഡ് ചെയ്യുന്നത്. Often referred to as 1800 edition of the poetry collection in lyrical ballads. So ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഫസ്റ്റ് എഡിഷനിൽ പ്രിഫൈസ് ഉണ്ടായിരുന്നില്ല, സെക്കൻഡ് എഡിഷനിലേക്ക് വന്നപ്പോഴാണ് പ്രിഫൈസ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അറിയപ്പെടുന്നത് 1800 എഡിഷൻ എന്നുള്ള രീതിയിലാണ്. ആൻഡ് തേർഡ് എഡിഷൻ വന്നപ്പോഴത്തേക്ക് 1802 തേർഡ് എഡിഷൻ വന്നപ്പോഴത്തേക്ക് കുറച്ചധികം എക്സ്പാൻഡ് ചെയ്ത് എന്താണ് റൊമാൻറ്റിസിസം അല്ലെങ്കിൽ എന്താണ് റൊമാൻറ്റിക് റിവൈവൽ, എങ്ങനെ വേണം പോയട്രി എന്നുള്ളത്, എങ്ങനെ എഴുതണം, പോയറ്റ്സ് എങ്ങനെ ആയിരിക്കണം തുടങ്ങി വലിയ രീതിയിലുള്ളൊരു വർക്ക് തന്നെയാണ് പ്രിഫൈസിലൂടെ ആര് പബ്ലിഷ് ചെയ്തത്? വേർഡ്സ്വർത്ത് പബ്ലിഷ് ചെയ്തത്. സീൻ ആസ് ദ ഡി ഫാക്ടോ മാനിഫെസ്റ്റോ ഓഫ് ദി റൊമാൻറ്റിക് മൂവ്മെന്റ്. അതുകൊണ്ട് തന്നെ റൊമാൻറ്റിക് മൂവ്മെന്റിന്റെ ഒരു മാനിഫെസ്റ്റോ, എഴുതപ്പെട്ട ഒരു രൂപരേഖ എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രിഫൈസിനെ കാണുന്നത്. ലിറ്റററി ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ലിറ്റററി ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് മാനിഫെസ്റ്റോ എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കുന്ന ഒരു കാര്യമാണ് പ്രിഫൈസ് ടു ലിറിക്കൽ ബാലഡ്സ് എന്നുള്ളത്. ഇറ്റ് വാസ് ഒറിജിനലി പബ്ലിഷ്ഡ് ഇൻ 1798 in 1800 and then he added a earlier version of preface which he extended 2 years later. Actually 1798 പബ്ലിഷ് ചെയ്തത്. സെക്കൻഡ് എഡിഷൻ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്തു? ഈ പറഞ്ഞതുപോലെ ഒരു പ്രിഫൈസ് കൂടി ആഡ് ചെയ്തു. അതിന്റെ ഒരു സ്വീകാര്യത കിട്ടിയതിനു ശേഷം തേർഡ് എഡിഷൻ വന്നപ്പോഴത്തേക്ക് വളരെ എക്സ്പാൻഡ് ചെയ്ത രീതിയിൽ നല്ല വിപുലമായിട്ട് തന്നെ വേർഡ്സ്വർത്ത് അതിനെ ആഡ് ചെയ്യുകയുണ്ടായി. നൗ ഈ പറഞ്ഞു പ്രിഫൈസ് ആണ് റൊമാൻറ്റിക് റിവൈവലിന് കാരണമായതെന്ന് പറഞ്ഞു. ആൻഡ് വാട്ട് സ്പെഷ്യൽ അബൌട്ട് പ്രിഫൈസ്? എന്തെങ്കിലും സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായത് കൊണ്ടായിരിക്കണം പ്രിഫൈസ് ഇത്രയേറെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടത്. സോ വാട്ട് സ്പെഷ്യൽ അബൌട്ട് പ്രിഫൈസ്? പ്രിഫൈസിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു മാനിഫെസ്റ്റോ ആണെന്ന് പറഞ്ഞു. നമുക്കറിയാം, അപ്പോൾ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ എഴുതപ്പെട്ട രൂപരേഖ എന്നൊക്കെ പറയുമ്പോൾ വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ തന്നെ അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടാവണം. സോ കമ്മിങ് ടു ദി പ്രിഫൈസ്, ഹി ഹാഡ് ഗിവൺ 4 ഗൈഡ്ലൈൻസ് റിഗാർഡിംഗ് പോയട്രി. പോയട്രിയെ കുറിച്ച് 4 ഗൈഡ്ലൈൻസ് ആണ് വേർഡ്സ്വർത്ത് പ്രിഫൈസിലൂടെ ഓഫർ ചെയ്യുന്നത്. ദി ഫസ്റ്റ് വൺ ഈസ് ഓർഡിനറി ലൈഫ് ഈസ് ദിസ് ബെസ്റ്റ് സബ്ജക്ട് ഫോർ പോയട്രി. നമ്മൾ നേരത്തെയും പറഞ്ഞു, ആ ഒരു ഏർബൻ ലൈഫിൽ നിന്ന് റൂറൽ ലൈഫിലേക്കുള്ള ഒരു മാറ്റമാണ്, നേച്ചറിലേക്കുള്ള ഒരു മാറ്റമാണെന്ന് പറഞ്ഞു. സോ ഹിയർ ഹി സെഡ് ദാറ്റ് ഓർഡിനറി ലൈഫ് ഈസ് ദി ബെസ്റ്റ് സബ്ജക്ട് ഫോർ പോയട്രി. പോയട്രി എഴുതുന്ന സമയത്ത് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് അല്ലെങ്കിൽ ആപ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് എന്ന് പറയുന്നത് ഓർഡിനറി ലൈഫാണ്, കോമൺ പീപ്പിളുടെ ലൈഫാണ്, സാധാരണ മനുഷ്യരുടെ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വില്ലേജ് ലൈഫാണ്, കൺട്രി സൈഡ് ആണെന്നുള്ളതാണ് വേർഡ്സ്വർത്ത് പറഞ്ഞു വെച്ചത്. നെക്സ്റ്റ് വൺ ഈസ് ഹി യൂസസ് കോമൺ മാൻസ് ലാംഗ്വേജ്. അത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. വളരെ സിമ്പിൾ ആയിട്ട് ആർക്ക് വായിച്ചാലും മനസ്സിലാവുന്ന രീതിയിലാണ് വേർഡ്സ്വർത്ത് എഴുതിയിരിക്കുന്നത്. നിയോ ക്ലാസിക്കൽ ഏജിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നമുക്കത് വായിക്കണമെങ്കിൽ അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ആ ഒരു നിയോ ക്ലാസിക്കൽ ഏജാണ്, ആ ക്ലാസിസിസം തിരിച്ചു കൊണ്ടുവരാനുള്ള വല്ലാത്തൊരു ടെൻഡൻസി നമുക്ക് ആ ഒരു ഏജിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ്, അതിന്റെ മീറ്റർ, പോയറ്റിക് ഡിവൈസസ് എന്നൊക്കെ പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ലെവലിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വേർഡ്സ്വർത്ത് എന്താ ചെയ്തത്? ഹി ബിലീവ് ദാറ്റ് ഓർഡിനറി ലൈഫ് ഇസ് ദി ബെസ്റ്റ് സബ്ജക്ട് ഫോർ പോയട്രി. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയട്രി എഴുതിയത്. അതുകൊണ്ട് തന്നെ കോമൺ മാന്റെ, സാധാരണ മനുഷ്യരുടെ ലാംഗ്വേജ് ആണ് അദ്ദേഹം ഓപ്റ്റ് ചെയ്തത്. ആൻഡ് എവറിഡേ ലാംഗ്വേജ് ഇസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ പോയട്രി. സാധാരണക്കാരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് എവറിഡേ ലാംഗ്വേജ്, നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന, എല്ലാവർക്കും മനസ്സിലാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ആണ് ആക്ച്വലി വേർഡ്സ്വർത്ത് യൂസ് ചെയ്തത്. എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ആക്ഷൻ ഓർ പ്ലോട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേർഡ്സ്വർത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, അല്ലെങ്കിൽ റൊമാൻറ്റിക് ഏജിനെ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ് എന്ന് പറയുന്നത്. പ്ലോട്ടിനോ അല്ലെങ്കിൽ അതിലുള്ള ക്യാരക്ടേഴ്സിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നുമല്ല ഇമ്പോർട്ടൻസ് വേർഡ്സ്വർത്ത് കൊടുത്തത്. പക്ഷേ ഹി ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു ദി സെൻസസ്. നമുക്ക് ഫീൽ ചെയ്യണം ആ പോയട്രിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു വായിക്കുന്ന ഓഡിയൻസ് അല്ലെങ്കിൽ റീഡറിന് ഫീൽ ചെയ്യണം. ആ രീതിയിൽ ആ ഒരു ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ടാണ് വേർഡ്സ്വർത്തും അതേപോലെ തന്നെ റൊമാൻറ്റിക് റൈറ്റേഴ്സും എഴുതിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഗിവൺ ഈസ് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബൈ വില്യം വേർഡ്സ്വർത്ത് റിഗാർഡിംഗ് പോയട്രി. പോയട്രി എന്താണെന്ന്, പോയട്രി എങ്ങനെയായിരിക്കണമെന്ന് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് റിഗാർഡിംഗ് വേർഡ്സ്വർത്ത്. പോയട്രി is the spontaneous overflow of emotion that takes its origin from emotion
recollected in tranquility. വേർഡ്സ്വർത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നതിൽ അല്ലെങ്കിൽ പോയട്രിയെ കുറിച്ചൊരു ഇന്റർപ്രിട്ടേഷൻ വന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോട്ടാണ് വേർഡ്സ്വർത്തിന്റെ ഈ കോട്ട് എന്ന് പറയുന്നത്. പോയട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻ. എങ്ങനെയുള്ള ഓവർഫ്ലോ ആയിരിക്കണം? ചിന്തിച്ച് അതിനെ പിന്നെ ഇന്റർപ്രറ്റ് ചെയ്ത് അനാലിസിസ് ചെയ്ത് അങ്ങനെയുള്ള ഓവർഫ്ലോ, ആ രീതിയിലല്ല നമ്മൾ പോയട്രിയെ കാണുന്നത്. ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻ. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഓവർഫ്ലോ ആണ് ഇമോഷന്റെ. ആൻഡ് അബൌട്ട് ഇമോഷൻ, നോട്ട് അബൌട്ട് പ്ലോട്ട് ഓർ ക്യാരക്ടർ ഓർ സ്റ്റോറി ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഇമോഷൻസിന്റെ ഒരു സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ആണ്. അത് എവിടുന്ന് വരുന്നതാണ്? ടേക്സ് ഇറ്റ്സ് ഓറിജിൻ ഫ്രം ഇമോഷൻ റികളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. നമ്മൾ വളരെ കാമായിട്ട് നമ്മുടെ ആ ഒരു മൈൻഡ് വളരെ കാം സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ റികളക്ട് ചെയ്ത് ആ ഒരു റികളക്ഷനിൽ നിന്ന് വരുന്ന സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻ ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? പോയട്രി എന്ന് പറയുന്നത്. ദാറ്റ് വാസ് ഹിസ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പോയട്രി. ആ ഒരു ഇമോഷൻസിനും അതേപോലെ തന്നെ ആ ഒരു ട്രാങ്ക്വിലിറ്റിക്കും എങ്ങനെ ആ ഒരു റികളക്ഷനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് വേർഡ്സ്വർത്ത് പോയട്രിയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തത്. ആൻഡ് ദി നെക്സ്റ്റ് തിങ് അബൌട്ട് പ്രിഫൈസ് ഈസ് ദാറ്റ് he separates work from that of past sages and literary figures, showing they have been too literary by emphasizing formal or classical modes of artificial conventions. നമുക്കറിയാം തൊട്ടു മുന്നേയുള്ള സകല ഏജസിലും എങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? കടുത്ത രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ലിറ്റററിനെസ് എന്നുള്ളത് വളരെ എക്സ്ട്രീം പൊസിഷനിലായിരുന്നു. കാരണം സാഹിത്യകരമായി സംസാരിക്കുക അല്ലെങ്കിൽ അതിന്റെ ഒരു ഏറ്റവും ഫോമാറ്റിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ലെവലിൽ സംസാരിക്കുക, ഏറ്റവും അഡ്വാൻസ്ഡ് ലെവലിൽ ഓഡിയൻസുമായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക എന്നൊക്കെയുള്ളതായിരുന്നു മുന്നേ ഉള്ള ഏജസിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് വലിയൊരു ഷിഫ്റ്റ് എടുത്തിട്ടാണ് ഈ ഒരു ഏജിലേക്ക് വരുന്നത്. പാസ്റ്റ് ഏജസിലെ ലിറ്റററി ഫിഗേഴ്സിനെ ആയാലും ബാക്കിയുള്ള എല്ലാ കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യാലിറ്റി മാറ്റി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം റൊമാൻറ്റിക് ഏജിലെ ലിറ്ററേച്ചറിലേക്ക് വരുന്നത്. ആ ഒരു ആർട്ടിഫിഷ്യൽ കൺവെൻഷൻസ് എല്ലാം മാറ്റിക്കൊണ്ട് ആ പാസ്റ്റ് ഏജസിലെ വലിയ വലിയ ലിറ്റററി ഫിഗേഴ്സിനെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം റൊമാൻറ്റിക് ഏജിലേക്ക് കടന്നു വരുന്നത്. ആൻഡ് റാദർ ദാൻ ദ റെക്കോർഡിംഗ് ഓഫ് ആക്ച്വൽ ഒബ്സർവേഷൻസ്, നമ്മൾ പറഞ്ഞു നേച്ചറിലുള്ളതാണ്, കോമൺ പീപ്പിളുടെ കാര്യങ്ങളാണെന്ന് പറഞ്ഞു. പക്ഷെ അത് അതുപോലെ റെക്കോർഡ് ചെയ്ത് ലിറ്ററേച്ചറിലേക്ക് ആക്കുക അല്ലെങ്കിൽ അത് അതുപോലെ പോയട്രിയിലേക്ക് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതല്ല വേർഡ്സ്വർത്ത് ഉദ്ദേശിച്ചത്. പകരം എന്താണ്? Wordsworth believes emotional truths and fidelity to nature are the keys to provide ordinary readers with insights into their own conditions of life. അതിന് എന്ത് ചെയ്യണം? കുറച്ച് ഇമോഷണൽ ട്രൂത്തുമായിട്ട് മിക്സപ്പ് ചെയ്ത് ഓർഡിനറി റീഡേഴ്സിന് അവർക്ക് കണക്ട് ആവുന്ന രീതിയിൽ, അവർക്ക് ഇൻസൈറ്റ് കിട്ടുന്ന രീതിയിൽ വേണം പോയട്രി പ്രൊവൈഡ് ചെയ്യാൻ എന്നുള്ളതാണ് വേർഡ്സ്വർത്തിന്റെ പറഞ്ഞതിന്റെ കാര്യം. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ മുന്നിൽ കാണുന്നത്, പോയറ്റ് എന്താണോ മുന്നിൽ കാണുന്നത് അത് അതേപോലെ റെക്കോർഡ് ചെയ്ത് അതേപോലെ പോയട്രിയിൽ പ്രൊവൈഡ് ചെയ്യാനല്ല വേർഡ്സ്വർത്ത് ഉദ്ദേശിച്ചത്. നാച്ചുറൽ ആണെന്ന് പറഞ്ഞു, കോമൺ മാൻ്റെ എക്സ്പീരിയൻസസ് ആണെന്ന് പറഞ്ഞു. സോ അത് അതുപോലെ എടുത്ത് ഇങ്ങോട്ട് വെക്കാനല്ല, പകരം അത് പോയറ്റിന്റെ ഓൺ ഇമോഷണൽ ട്രൂത്തുമായിട്ട് മിക്സപ്പ് ചെയ്ത് ഓർഡിനറി റീഡേഴ്സിന് ഒരു ഇൻസൈറ്റ് കിട്ടുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനാണ് വേർഡ്സ്വർത്ത് ഉദ്ദേശിച്ചത്. ആൻഡ് ഹി ഫേവേഴ്സ് എ ഹംബിൾ ആൻഡ് റസ്റ്റിക് റൂറൽ എക്സിസ്റ്റൻസ്. വളരെ ഹംബിളായിട്ട് റെസ്റ്റിക് ആയിട്ട് ഒരു റൂറൽ ലൈഫിനെയായിരുന്നു വേർഡ്സ്വർത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Now, what Wordsworth analyzes is that what he sees as 4 parts of the poet's creative process. നമ്മൾ പറഞ്ഞു പോയറ്റ് ആ ഒരു കാണുന്ന ആ ഒരു ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം എന്തിലേക്ക് വരുത്തണം എന്ന് പറഞ്ഞു? ഈ പറഞ്ഞതുപോലെ പോയട്രിയിലേക്ക് വരുത്തണം എന്ന് പറഞ്ഞു. ആ ഒരു പോയറ്റിന്റെ ക്രിയേറ്റീവ് പ്രോസസ്സിന് 4 കാര്യങ്ങളുണ്ടെന്നാണ് വേർഡ്സ്വർത്ത് പറഞ്ഞത്. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് സംതിങ് ദാറ്റ് ക്രിയേറ്റ്സ് എ പവർഫുൾ ഇമോഷൻ. നമുക്ക് കാണുന്നത് എന്തും പോയട്രിയിലേക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. കാണുന്നത് എന്തിനേയും ഒബ്സർവ് ചെയ്യുന്ന എന്തിനേയും നമുക്ക് പോയട്രിയിലേക്ക് മാറ്റാൻ പറ്റില്ല. പകരം എന്താണ്? ദാറ്റ് ക്രിയേറ്റ്സ് എ പവർഫുൾ ഇമോഷൻ. ആ ഒരു പോയറ്റ് കാണുന്ന സമയത്ത് പോയറ്റിന് ഒരു പവർഫുൾ ഇമോഷൻ കിട്ടുന്ന ആ ഒരു പെർട്ടിക്കുലർ എക്സ്പീരിയൻസ് ആയിരിക്കണം പോയട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. Second one, then he tranquilly contemplates and reflects on the emotion. പിന്നീട് എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ ഫോർ എക്സാമ്പിൾ വേർഡ്സ്വർത്തിന്റെ നമ്മൾ സോളിറ്ററി റീപ്പർ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും വേർഡ്സ്വർത്ത് എന്ത് കണ്ടു? ഒറ്റയ്ക്ക് നിന്ന് റീപ്പ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. ഒറ്റയ്ക്ക് സോളിറ്ററി റീപ്പറാണ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ കണ്ട സമയത്ത് ഒരു പ്രത്യേക അദ്ദേഹത്തിന് ഒരു പവർഫുൾ ഇമോഷൻ വന്ന ഒരു പെർട്ടിക്കുലർ കാര്യം അദ്ദേഹം ഒബ്സർവ് ചെയ്തു. അതിനുശേഷം ഹി ട്രാങ്ക്വിലി കണ്ടംപ്ലേറ്റ്സ്, വളരെ കാമായിട്ട് അദ്ദേഹത്തിന്റെ സോളിറ്റ്യൂഡിൽ ഇരുന്നിട്ട് എന്ത് ചെയ്തു? കണ്ടംപ്ലേറ്റ് ചെയ്തു, ഡീപ്പ് തിങ്കിങ് നടത്തി ആൻഡ് റിഫ്ലെക്ട്സ് ഓൺ ദി ഇമോഷൻ. ആ ഒരു ഇമോഷൻ റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡ്യൂറിംഗ് ദിസ് period, the poet may recall the other things that relate to the observation itself or the past in some way. എന്ത് ചെയ്തിട്ടുണ്ടാവും? സോളിറ്ററി റീപ്പറിനെ കണ്ട സമയത്ത് അല്ലെങ്കിൽ അത് പിന്നീട് ആലോചിച്ച സമയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? പോയറ്റിന് ഇതിന് മുന്നേ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസസ് ഉണ്ടാവും. അദ്ദേഹം അതൊക്കെ
റിക്കളക്ട് ചെയ്യുകയാണ്. ടു ദി പാസ്റ്റ് ഇൻ സം വേ, ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആവുന്ന കുറച്ച് എക്സ്പീരിയൻസസ് ഉണ്ടാവും. സോ ട്രാങ്ക്വിലി അദ്ദേഹം കണ്ടംപ്ലേറ്റ് ചെയ്ത് അതിനെല്ലാം റിക്കളക്ട് ചെയ്തു. സച്ച് കണ്ടംപ്ലേഷൻ ഇസ് പേഴ്സണൽ, ഇന്റൻഡഡ് ഓൺലി ഫോർ ദി പോയറ്റ്. ആ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത് പ്യുവർലി പേഴ്സണൽ ആണ്, കംപ്ലീറ്റ്ലി പോയറ്റിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. സോ ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞു. സെക്കൻഡ് വൺ അതിനെ കണ്ടംപ്ലേറ്റ് ചെയ്ത് റിഫ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞു. ദി ട്രാങ്ക്വിലിറ്റി ഓഫ് കണ്ടംപ്ലേഷൻ ഡിസപ്പിയേഴ്സ് ആഫ്റ്റർ എ ടൈം. നമ്മൾ പറഞ്ഞു ആ റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു കണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മാറും. ആൻഡ് ദെൻ ദി പോയറ്റ് ഡിസ്റ്റിൽസ് ഓൾ ദീസ് തോട്ട്സ്. അപ്പം നമ്മൾ പറഞ്ഞു സോൾച്ചറി റീപ്പർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്തു, സോൾച്ചറി റീപ്പർ ആണെങ്കിൽ ഒരു ഒറ്റയ്ക്ക് നിന്ന് റീപ്പ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. പിന്നീട് പോയറ്റ് അതിനെക്കുറിച്ച് ആലോചിച്ചു. പോയറ്റിന് അതുമായിട്ട് നേരത്തെ കണക്ട് ചെയ്യാവുന്ന വേറെ എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്തു. ആ ഒരു കണ്ടംപ്ലേഷൻ ഡിസപ്പിയർ ചെയ്യുന്ന മൊമെന്റിൽ ദെൻ ദി പോയറ്റ് ഡിസ്റ്റിൽസ് ഓൾ ദീസ് തോട്ട്സ്. ഇനി എന്ത് ചെയ്യും? ഈ തോട്ട്സിനെ എല്ലാം കൂടി ഡിസ്റ്റിൽ ചെയ്യും അല്ലെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യും. എലിമിനേറ്റിംഗ് സം and keeping others so that the original emotion is recreated in a way that is more universal. എന്ത് ചെയ്തു? കുറെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എഡിറ്റ് ചെയ്ത് മാറ്റേണ്ടി വരും. വേണ്ടത് കുറെ ഉണ്ടാവും, വേണ്ടാത്തതും കുറെ ഉണ്ടാവും. സോ അതിനെ സോർട്ട് ഔട്ട് ചെയ്തു, വേണ്ടത് മാത്രം എടുത്തു. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസിനെ വളരെ യൂണിവേഴ്സൽ ആയിട്ട് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പോയട്രി എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫൈനലി ദി പോയറ്റ് ഈസ് റെഡി ടു റൈറ്റ് വിത്ത് ദി എയിം ഓഫ് ഷെയറിംഗ് ദി ഇമോഷൻ വിത്ത് ആൻ ഓഡിയൻസ്. എന്ത് ചെയ്യാണ്? ആ ഒരു പെർട്ടിക്കുലർ ഇമോഷൻ അദ്ദേഹത്തിന്റെ പാസ്റ്റ് എക്സ്പീരിയൻസസും മറ്റ് അദ്ദേഹത്തിന് ഉണ്ടായ കാര്യങ്ങളും എല്ലാം കൂടെ റിലേറ്റ് ചെയ്ത് അദ്ദേഹം സോർട്ട് ഔട്ട് ചെയ്ത് അത് എഴുതി ഓഡിയൻസിന് വളരെ സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഫൈനലി പോയറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. സോ ഇതാണ് ക്രിയേറ്റീവ് പ്രോസസ്സിന്റെ അല്ലെങ്കിൽ പോയറ്റിക് പ്രോസസ്സിന്റെ 4 സ്റ്റേജസ് ആയിട്ട് വേർഡ്സ്വർത്ത് പ്രിഫൈസിൽ പറഞ്ഞിരിക്കുന്നത്. And poetry therefore doesn't arise from classical models or through an immediate inspiration or any supernatural level. So ഈ പറഞ്ഞ പോലെ വളരെ നാച്ചുറൽ ആയിട്ട് നടന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇതൊന്നും എന്തുമായിട്ട് ബന്ധപ്പെടുന്നില്ല? ക്ലാസിക്കൽ മോഡൽസിനെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇല്യഡിനെ കുറിച്ച് എഴുതാനോ അല്ലെങ്കിൽ ഏഡിനെ കുറിച്ച് എഴുതാനോ അതൊന്നും അല്ല. ക്ലാസിക്കൽ മോഡൽസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതേപോലെ തന്നെ ഒരു ഇമ്മീഡിയറ്റ് ഇൻസ്പിറേഷൻ, പെട്ടെന്ന് മ്യൂസ് വന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഇൻസ്പിറേഷൻ വന്നതുമല്ല, ഒരു സൂപ്പർ നാച്ചുറൽ ലെവലിൽ വന്നതുമല്ല. സംതിങ് ദാറ്റ്സ് വെരി നാച്ചുറൽ. It arises through experience on an ordinary level, understood and reflected upon. അപ്പൊ എന്താ സംഭവിച്ചത്? ഒരു എക്സ്പീരിയൻസ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇമോഷണലി അദ്ദേഹത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടു, അതിനെ മനസ്സിലാക്കി, അതിനെ റിഫ്ലക്ട് ചെയ്തു. ദാറ്റ്സ് ഓൾ അബൌട്ട് പോയട്രി. അത്രയും സിമ്പിൾ ആയിരിക്കുന്ന പോയട്രി എന്നാണ് വേർഡ്സ്വർത്ത് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ അച്ചീവ് ദി ഫൈനസ്റ്റ് ലെവൽ ഓഫ് ആർട്ട് ബൈ ബീങ് സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ്. വളരെ സിമ്പിൾ ആയിട്ടും വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടും പ്രസന്റ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. പോയട്രി അതിന്റെ ഏറ്റവും ഭംഗിയായ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ, ഫൈനസ്റ്റ് ലെവലിൽ പ്രസന്റ് ചെയ്യാൻ പറ്റൂ എന്നും വേർഡ്സ്വർത്ത് പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ചില ലിറ്റററി കൺവെൻഷൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റിവോൾട്ട് ആണ് വേർഡ്സ്വർത്ത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ആൻഡ് എന്താ കീറ്റ്സ് പറഞ്ഞിരിക്കുന്നത് പോയട്രിയെ കുറിച്ച്? ഇഫ് പോയട്രി കംസ് നോട്ട് as naturally as the leaves to a tree, then it had better not come at all, said by കീറ്റ്സ്. അത്രയും നാച്ചുറൽ ആയിട്ട് ട്രീയിൽ എങ്ങനെയാണോ ലീവ്സ് വരുന്നത്, മറ്റാരും അറിയാതെ വളരെ സറ്റിലായിട്ട്, വളരെ കാമായിട്ട്, വളരെ നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു പ്രോസസ്സാണ് ട്രീസിൽ ലീവ്സ് വരിക എന്നുള്ളത്, ഇലകൾ വരിക എന്നുള്ളത്. അത്രയും സട്ടിലായിട്ട് നടന്നിട്ടില്ല പോയട്രി എങ്കിൽ അങ്ങനെ ഒരു കാര്യം നടക്കുക വേണ്ട എന്നാണ് കീറ്റ്സ് പറയുന്നത്. സോ അത്രയും നാച്ചുറൽ ആയിട്ട്, വളരെ റെസ്റ്റിക് ആൻഡ് സിമ്പിൾ ആയിട്ട് വേണം പോയട്രി നടക്കാൻ എന്നുള്ളതാണ് റൊമാൻറ്റിക് ഏജസിലെ പോയറ്റ്സിന്റെ എല്ലാം ആ ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ആർ ദി മേജർ ക്യാരക്ടേഴ്സ് ഓഫ് റൊമാൻറ്റിക് ഏജ്? ഫസ്റ്റ് വൺ ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിൾ ആൻഡ് റെസ്റ്റിക് ലൈഫ് ആണ്. സോ നാച്ചുറൽ ലാംഗ്വേജ് ആണ്, കോമൺ മാന്റെ ലാംഗ്വേജ് ആണ്. സെക്കൻഡ് വൺ ഈസ് ഇൻഡിവിജ്വലിസം. ഇൻഡിവിജ്വൽസിന് വളരെ ഇമ്പോർട്ടൻസ് റൊമാൻറ്റിക് ഏജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റൊമാൻറ്റിക് ഹീറോസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത ടൈമാണ്. ബൈറനെ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബൈറോണിക് ഹീറോയെ കാണാൻ പറ്റും. ആ ഒരു ഇൻഡിവിജ്വലിസത്തിന് വളരെ അധികം ഇമ്പോർട്ടൻസ് റൊമാൻറ്റിക് ഏജിൽ ഉണ്ടായിരുന്നു. ദെൻ സബ്ലൈം ബ്യൂട്ടി ഓഫ് നേച്ചർ. നേച്ചറിനെ എത്രത്തോളം ഭംഗിയായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റുമോ, ഇപ്പൊ നമ്മൾ ഓട്ടിയോ നൈറ്റിംഗിൾ വായിക്കുകയാണെങ്കിലും സ്കൈലാർക്ക് വായിക്കുകയാണെങ്കിലും ഈവൻ ഓട്ടിയോ ഗ്രേഷ്യനാണ് വായിക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിലാവും നേച്ചറിനെ എത്രയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, അതിന്റെ സബ്ലിമിറ്റിയിലാണ് ആക്ച്വലി റൊമാൻറ്റിക് ഏജിലെ പോയറ്റ്സ് ഒക്കെ പോർട്രേ ചെയ്തിട്ടുള്ളത്. ദെൻ ഐഡിയലൈസേഷൻ ഓഫ് റൂറൽ ലിവിങ്. അർബൻ ലിവിംഗിൽ നിന്ന് മാറി ഒരാൾ പോലും അർബൻ ആ ഒരു സൊസൈറ്റിയെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ദേ ഓൾ ഫോക്കസ്ഡ് ഓൺ റൂറൽ ലിവിംഗ്. ആ ഒരു കൺട്രി സൈഡിലെ വില്ലേജ് ലൈഫ് എന്ന് പറയുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു ഏജിലെ റൈറ്റേഴ്സ് എല്ലാം പോർട്രേ ചെയ്തിട്ടുള്ളത്. ആൻഡ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് റിഗാർഡിംഗ് റൊമാൻറ്റിക് ഏജ് ഇസ് ദാറ്റ് സ്ട്രോങ് ഒറിജിനൽ ഒതന്റിക് ഫീലിംഗ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ ക്ലാസിക്കൽ കൺവെൻഷൻസിൽ നിന്ന് നേരത്തെ എഴുതപ്പെട്ടതിൽ നിന്ന് വീണ്ടും ഒരു ഇന്റർപ്രിട്ടേഷനോ റീഇന്റർപ്രിട്ടേഷനോ ഒന്നുമല്ല, വളരെ ഒതന്റിക് ഫീലിംഗ് ആണ്. ഒരു പോയറ്റിന് മാത്രം
സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ പോയറ്റിന് മാത്രം നടന്ന വളരെ ഒതന്റിക് ഫീലിംഗ് ആണ് ആ ഒരു പോയട്രി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഒറിജിനൽ ആസ് വെൽ ആസ് സ്ട്രോങ്. ആ ഒരു സ്ട്രോങ് ഇമോഷനെ ആയിരിക്കും പോർട്രേ ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസസ് ഉണ്ടാവും, ഈ എല്ലാ എക്സ്പീരിയൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോയട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഷുഡ് ബി വെരി സ്ട്രോങ്, ഒറിജിനൽ ആൻഡ് ഒതന്റിക്. Poetry is the language of imagination and the passions, said by William Hazlitt. Hazlitt എന്താ പറയുന്നത് പോയട്രിയെ കുറിച്ച്? ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് പാഷൻ. വളരെയധികം പാഷനേറ്റ് ആയിട്ട് വളരെ ഇമാജിനേറ്റീവ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, പോയട്രി എന്ന് പറയുന്നത്. UGC നെറ്റിന്റെ ജൂൺ എക്സാം അറൈവിംഗ് ആണ്. അതേപോലെ തന്നെ വലിയൊരു വാസ്റ്റ് സിലബസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ UGC നെറ്റിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് കൂടാതെ ലൈവ് ക്ലാസ്സസ് അതേപോലെ തന്നെ 1-to മെന്ററിംഗ് അവൈലബിൾ ആണ്. നമുക്ക് താഴെ പറഞ്ഞിരിക്കുന്ന സബ്ജക്ട്സിൽ ജനറൽ പേപ്പർ, ഇംഗ്ലീഷ്, ഇക്കോണമിക്സ്, കൊമേഴ്സ്, മാനേജ്മെന്റ് ആൻഡ് CSIR ഫിസിക്സ് തുടങ്ങിയ സബ്ജക്ട്സിലെല്ലാം തന്നെ നമ്മൾ UGC നെറ്റിന്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും കൂടാതെ നമ്മൾ ഫ്രീ ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. സോ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യുക, നിങ്ങളും ആഡ് ആവുക. അതേപോലെ തന്നെ മെറ്റീരിയൽസും മറ്റെല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് അതിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, വളരെ പ്രൊഡക്റ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് തുടർന്നുള്ള പഠിത്തത്തിനും വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ചാനൽ ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്